അമ്മാവന്റെ മുന്നിൽ പോയി ഇരക്കാനാണോ ഞാൻ പറഞ്ഞേ? അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ അളിയന്റെ മുന്നിൽ അങ്ങനെയല്ലാതെ ഞാൻ പിന്നെ അച്ഛനെ കൊണ്ട് അതേ നടക്കൂ. അച്ഛനെന്താ അവരുടെ അടിമയാണോ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാനായിട്ട്? പിന്നെ ഒരു കണക്കിന് അങ്ങനെ അല്ലേ മോളെ? മോളെ, ഈ തറവാട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടാ പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയുണ്ടോ നമ്മുടെ കയ്യിൽ? ആരുടെ കുഴപ്പം? കളരിക്കലെ മരുമകനാണെന്ന് പറഞ്ഞ് അലക്കി തേച്ചത് വിട്ട് സ്പ്രേയും ചെയ്ത് നടന്നാ പോരാ. എന്തെങ്കിലും പണിയെടുക്കണം, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാനെങ്കിൽ അറിയണമായിരുന്നു. അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ കള്ളച്ചോറുണ്ട് കഴിയുന്ന ഒരു അച്ഛന്റെ മോക്ക് ഇതിനേക്കാളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മോള് പറയുന്നതൊക്കെ ശരിയാ. ഒരു നാണവും മാനവും ഇല്ലാത്ത ജീവിതവും അച്ഛൻ്റെത്. കുറഞ്ഞ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ നിന്റെ അമ്മ അത് സമ്മതിക്കില്ല. കൂടിയ ശമ്പളമുള്ള ജോലിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും വിവരമൊന്നും എനിക്ക് മതി. അച്ഛന്റെ പഴംപുരാണം കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെ ആര് സമ്മതിച്ചില്ലെങ്കിലും നവീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അതിനു വേണ്ട കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാനാ എന്റെ തീരുമാനം. എന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ട് പുരാണകാലത്ത് ദേവന്മാരെ മയക്കിയെടുക്കാൻ അപ്സരസ്സുകൾ ഉപയോഗിച്ചിരുന്ന അപൂർവ ചൂർണമാണിത്. ആരെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് പാലിൽ കലക്കി ഇത് അയാൾക്ക് കൊടുക്കുക. അയാള് പിന്നെ നിന്നെ വിട്ടു പോവില്ല, നിശ്ചയം. എന്റെ ആഗ്രഹം സാധിച്ചാ ഞാൻ വീണ്ടും വരും. നിനക്ക് വന്നേ പറ്റൂ. കാരണം നിന്റെ ആഗ്രഹം സാധിക്കുമെന്നത് ശിലയിൽ കൊത്തിയതുപോലെ ഉറച്ച കാര്യമാണ്. അവിടെ വെച്ചോളൂ, എല്ലാം അമ്മയ്ക്കുള്ളതാണ്. പോകാം, എല്ലാം മംഗളമാവട്ടെ. ഗാഥാ മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. നവീന്റെ കൂടെ പോയിരിക്കുന്നോണ്ട് സിതാര മാം ആകെ ടെൻഷനിലായിരിക്കും. മാം വിളിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? നവീന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സിനി. നവീൻ, ഗാഥാ മാഡത്തിനൊന്ന് ഫോൺ കൊടുക്കൂ. അതിന് ഗാഥ എന്റെ കൂടെ ഇല്ലല്ലോ. നവീൻ, തമാശ കളിക്കല്ലേ? ഞാൻ കുറെ നേരമായിട്ട് ഗാഥാ മാഡത്തിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. സിനി, ഞാൻ എന്റെ വീട്ടിലാ. നവീനൊപ്പം പോകുന്നു പറഞ്ഞാണല്ലോ ഗാഥാ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഗാഥ എന്നെ വിളിച്ചിരുന്നു, ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോവാന്നും പറഞ്ഞു. പക്ഷെ ഞാൻ അയാളെ കാത്തുനിന്നിട്ട് അയാൾ വന്നില്ല. ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന കരുതി ഞാൻ തിരിച്ചു പോന്നു. സിനി, ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? വേണ്ട നവീൻ. ഓക്കെ, എന്തെങ്കിലും വിവരം പറഞ്ഞാൽ എന്നൊന്ന് വിളിക്കും. ഓക്കെ. എവിടെ പോയതായിരിക്കും ഈ ഗാഥാ മാഡം? ഹലോ. ഹലോ, തൻവി അല്ലേ? യെസ്. ഞാൻ നവീൻ ഗോപാൽ വർമ്മ. മനസ്സിലായോ? ഓ, മനസ്സിലായി മനസ്സിലായി. തന്റെ നമ്പർ എനിക്ക് ഗാഥ തന്നിരുന്നതാ. അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തന്റെ കൂടെ ഉണ്ടാവാനാ ചാൻസ് എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഇപ്പൊ ഗാഥയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ മുതൽ ഗാഥയുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഗാഥ വീട്ടിലും ഇല്ല. അയാൾ എവിടെയായിരിക്കുമെന്ന് തൻവിക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടോ, എല്ലാവരും നല്ല ടെൻഷനില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചിരിച്ചത്. എന്റെ പൊന്നു മാഷെ, കുറെ ദിവസങ്ങളായില്ലേ നിങ്ങൾ ഒന്നിച്ചു നടക്കുന്നു. എന്നിട്ട് ഗാഥ ഇതുവരെ മനസ്സിലായില്ലേ? ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ.
അവള് കൊറേ നേരം എല്ലാവരും വട്ടം ചുറ്റിക്കും. എന്നിട്ടിതാ പടയെന്നും പറഞ്ഞ് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സത്യത്തില് ഗാഥയെ വിളിച്ച് കിട്ടാതായപ്പോ ഞാനും ശരിക്കും ടെൻഷനായി. അതങ്ങ് വിട്ടേക്ക്. അവളിനി എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നു. എന്നാ ഓക്കെ. ഓക്കെ. ഇറങ്ങി പോവാനാ നിന്റെ അടുത്ത് പറഞ്ഞത്. നിന്റെ അടുത്തല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞു. നാശം. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു വിടുന്ന. ഹലോ, കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായല്ലേ? അതെ, നിങ്ങളാരാ? ഞാനിവിടെ എറണാകുളത്തുള്ളതാ. കൃഷ്ണ ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടിരുന്നു. ആ, കൃഷ്ണയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണൊന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കോ? അയ്യോ, കൃഷ്ണ എറണാകുളത്ത് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കുറച്ചു കഴിയുമ്പോ കൃഷ്ണ വിളിക്കും. ആര് വിളിച്ചു എന്ന് പറയണം?